എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ദോശയാണ് തയ്യാറാക്കുന്നത്. വെറും 10 മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല സോഫ്റ്റുമാണിത്. എത്ര സമയം ഇരുന്നാലും അതിൻ്റെ ആ സോഫ്റ്റ്നെസ് അതുപോലെ തന്നെ നിലനിൽക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിൽ ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിലോട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ട നമുക്ക് ഗോതമ്പ് പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ ഉപ്പൊടിയും പിന്നെ 3 ചെറിയ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ജീരകവും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ദോശ തയ്യാറാക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കുണ്ടല്ലോ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഒരു കളറിന് വേണ്ടി നമ്മൾ ഇതിലോട്ട് 2-3 നുള്ള മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. നമ്മൾ തയ്യാറാക്കിയ ഈ മാവുണ്ടല്ലോ ഇതേപോലെ കുറച്ചൊന്ന് കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കണേ. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിൽ നമ്മളൊരു മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് ചുട്ടെടുക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് സ്വല്പം എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അതിൽ നിന്ന് ഒരു 1.5 തവി മാവ് ഇതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് എല്ലാ വശവും ഒരേ രീതിയിലൊന്ന് സ്പ്രെഡായി കിട്ടാൻ വേണ്ടി ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി ഈ ദോശയൊന്ന് വേകട്ടെ. അതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അതാ നോക്കി ഇപ്പോൾ നല്ലതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് സ്വല്പം എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ദോശയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നോക്കിക്കേ, നല്ല കനം കുറഞ്ഞ് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണിത്. ഇതേ രീതിയിൽ ഈ ചട്ടവും വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡ് ഒന്നുകൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ദോശയുടെ 2 വശവും നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഞാൻ ഇതേ രീതിയിലൊന്ന് മടക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ഹെൽത്തി അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണിത്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ. ഇതേ രീതിയിലുണ്ടല്ലോ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഈ ദോശക്കല്ലിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ചുട്ടെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ദോശയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.